ഹായ് ഓൾ. അപ്പോൾ ചിക്കൻ കറി ഇനി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും അധിക പേർക്ക് അറിയായിരിക്കും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോക്കനട്ട് ഓയിലും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളർന്ന് ചേഞ്ച് ആകുമ്പോൾ ഉള്ളി തക്കാളി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ വാടി വരണം തക്കാളി ഉള്ളിയൊക്കെ. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇവയെല്ലാം ചേർത്തിട്ട് പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചൂടെല്ലാം ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഒരു കുക്കറിലേക്ക് ചിക്കനും അരച്ച പേസ്റ്റും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലപോലെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം, എന്നിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ്